സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് ചേരുന്നുണ്ട്. അരുൺ മാർക്കോസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്വർണ്ണവില താഴ്ന്നിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം വീണ്ടും സ്വർണ്ണവില കുതിച്ചുയർന്നു. പിന്നാലെ ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില താഴ്ന്നിരിക്കുകയാണ്. ഏത് ട്രെൻഡാണ് ഇപ്പോൾ തുടരുന്നത്? ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടാനാണോ കുറയാനാണോ സാധ്യത? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില വലിയ തോതിൽ കുറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് തന്നെ 2 തവണയായിട്ടാണ് വില കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ കുറഞ്ഞത് കൂടാതെ വീണ്ടും സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിലയിലുണ്ടാകുന്ന ഈ വലിയൊരു ഇടിവ് അത് അടുത്ത കാലത്തെങ്ങും ഉണ്ടാവാത്ത വിധം ഈ സ്വർണ്ണ വിപണിയെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഡിമാൻഡ് കുറയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സപ്ലൈ വളരെ കൂടുതലുമുണ്ട്. സപ്ലൈ ആളുകൾ ഒരുപാട് ഈ വില കുറയുന്നതനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞത് ഗ്രാമിന് 30 രൂപയാണ്, അതായത് പവന് 240 രൂപയാണ് ഇപ്പോൾ നിലവിൽ കുറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഒരു ദിവസം തന്നെ 1-2 തവണ അല്ല അതിലധികം തവണ വില കുറയുന്ന പ്രതിഭാസം കാണുമ്പോൾ ആളുകൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം വിപണിയിലേക്ക് വിറ്റഴിക്കുന്നതിനായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. പക്ഷെ വിപണിയിൽ അത് വാങ്ങുന്നതിന് പ്രോപ്പറായിട്ടൊരു പണം ലഭ്യവുമല്ല. ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വ്യാപാരികളെ എത്തിക്കുന്നു. കാരണം കൃത്യമായ ഒരു വ്യാപാരം സെയിൽ നടക്കുകയായിരുന്നെങ്കിൽ ഈ പർച്ചേസ് നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ സെയിൽ പ്രോപ്പറായിട്ട് കുറച്ച് ദിവസങ്ങളായി തന്നെ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ വരുന്ന സ്വർണം വാങ്ങാനായിട്ട് വ്യാപാരികളെ കൊണ്ട് സാധിക്കാത്ത ഒരു തരത്തിലേക്ക് കൂടി ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കിനെ സംബന്ധിച്ചൊക്കെ പറയുന്നു. അതിന്റെ പലിശ നിരക്കിൽ മാറ്റമുണ്ടായ സ്വർണ്ണവില വീണ്ടും കൂടുമെന്നും പറയുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ സ്വർണ്ണവില ഗണ്യമായി കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. സൂചിപ്പിച്ചു, വിപണിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഈ നിലവിൽ ഈ സ്വർണ്ണവില കുറഞ്ഞപ്പോൾ, അതായത് ഒരാഴ്ചയോളമായി സ്വർണ്ണവില ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലൊക്കെ ജുവലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ? ഒരു വർധനവും നിലവിൽ കാണുന്നില്ല. കാരണം സാമ്പത്തികമായി ആളുകൾ വലിയ തകർച്ചയിലാണ്. അത് യഥാർത്ഥത്തിൽ ഒരു മാന്ദ്യം ഇന്ത്യയിൽ ആകമാനം മാന്ദ്യം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ യുദ്ധം നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ കേരളത്തിലുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ, വിദേശ രാജ്യങ്ങളിൽ എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം. പിന്നെയും ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ നടക്കുമ്പോൾ നമ്മളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് ആ ഒരു തരത്തിലല്ല. ഇത് ഈ ഒരു യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ വലിയ ഒരു വിപണിയിലെ വലിയ തോതിൽ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വലിയ കൂട്ടക്കുരുതികളെ സംബന്ധിച്ചോ ഒന്നും വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല എങ്കിൽ തന്നെ അന്ന് മുതൽ ഇപ്പോ വരെ, കാരണം ഇറാൻ പോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ എണ്ണ അവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇന്ത്യയിൽ ഇന്ധനക്ഷാമങ്ങൾ ഒക്കെ വലിയ ഗ്യാസിന്റെ ക്ഷാമം അങ്ങനെ പല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. പ്രകടമായി കാണുന്നതല്ലാതെ നമുക്ക് പെട്ടെന്ന് പ്രകടമായി കാണാത്ത തരത്തിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള വലിയൊരു മാന്ദ്യം ആഞ്ഞടിക്കുന്നുണ്ട്. ആ മാന്ദ്യം എല്ലാ വ്യാപാരികളെയും ബാധിക്കുന്നു. അതിനോടൊപ്പം സ്വർണത്തെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാരണം ആളുകൾ വീണ്ടും കുറയുന്ന ഒരു ട്രെൻഡ് കാണിക്കുമ്പോൾ ആളുകൾ വീണ്ടും കുറയും എന്നുള്ള പ്രതീക്ഷയിൽ സ്വർണം വാങ്ങാനായിട്ട് വരുന്നില്ല. ഇത് പിന്നെ എങ്ങനെയത് ഇനി ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കും എന്നുള്ളതാണ് ജ്വല്ലറിക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. കാരണം വിൽക്കാൻ നേരത്തെ വരുമായിരുന്നു, പക്ഷെ വിൽക്കാൻ വരുന്ന സാധനങ്ങൾ വാങ്ങി വെക്കാൻ സാധിക്കാത്ത തരത്തിൽ പണത്തിന്റെ ലഭ്യതക്കുറവ് ഉണ്ടായിരിക്കുന്നത് അതും വലിയൊരു തിരിച്ചടിയായിട്ട് വിപണിയിൽ നിലനിൽക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്ക് ഈ ഒരു യുദ്ധം രാജ്യങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.